തൃശൂർ മാളയിൽ ഗാനമേളയ്ക്കിടെ പോലീസിന്റെ ലാത്തിച്ചാർജ്. പള്ളിപ്പുറം പള്ളിക്ക് സമീപമാണ് സംഭവം. ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് എപ്പോൾ എവിടെ വെച്ചായിരുന്നു ഈ ഗാനമേള? ഇത്തരത്തിലൊരു ലാത്തിച്ചാർജിലേക്കൊക്കെ പോലീസ് കടക്കാൻ അവിടെ എന്താണ് സംഭവിച്ചത്? അമൃത, പള്ളിപ്പുറത്ത് കഴിഞ്ഞ ഞായറാഴ്ച മാള പള്ളിപ്പുറത്ത് പള്ളിയിൽ വെച്ച് ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായി ഗാനമേള നടന്നത്. ഗാനമേളയുടെ ശബ്ദമൊക്കെ പാട്ടുകളൊക്കെ നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ കേൾക്കാവുന്നതാണ്. ആ സമയത്ത് ചില ചെറുപ്പക്കാർ ഡാൻസ് കളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും വലിയ തർക്കങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി പോലീസിന് അവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉടനടി മാറ്റാനുള്ള നടപടിയിലേക്ക് കിടക്കാം. പക്ഷേ പോലീസ് ചെയ്തത്, മാള പോലീസിന് എതിരായിട്ടാണ് ആക്ഷേപം, പോലീസ് ചെയ്തത് ലാത്തി കൊണ്ട് അടിച്ച് അവരെ ഒരു ഭാഗത്തേക്ക് ഓടിക്കുകയാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലൊരു ഭിന്നശേഷിക്കാരനും ഒരു വിദ്യാർത്ഥിക്കും അടക്കം പരിക്കു പറ്റിയിട്ടുണ്ട്, അവർക്ക് അടിയേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണെന്ന് നാട്ടുകാർ പറയുന്ന അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരൻ്റേതടക്കമുള്ള ആളുകളുടെ പ്രതികരണത്തിൽ അവർ പറയുന്നത് അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. പള്ളിപ്പെരുന്നാളിൽ ഡാൻസ് കളിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ഡാൻസ് കളിച്ച് എന്തെങ്കിലും തരത്തിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് ആക്ട് ചെയ്യേണ്ടത് ഇത്തരത്തിലാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും പരിക്കേറ്റിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക്. പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരിൽ ഒരു വിഭാഗം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.